മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്നു. ഈശോയുടെ രൂപാന്തരീകരണത്തിന് ശേഷം ശിഷ്യന്മാർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത്? കർത്താവ് മറുപടി നൽകി, ഏലിയ വരികയും എല്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, പക്ഷേ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ കർത്താവ് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് ശിഷ്യന്മാർക്ക് പിന്നീട് മനസ്സിലായി. ഏലിയായുടെ ചൈതന്യത്തിലും ശക്തിയിലും വന്നവനാണ് യോഹന്നാൻ. അവൻ മരുഭൂമിയിൽ മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിച്ചു, കർത്താവിന് വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം ജനത അവനെ തിരിച്ചറിയാതെ അവനിഷ്ടമുള്ളതെല്ലാം ചെയ്തു, ശിരച്ഛേദം ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും തൻ്റെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്ന പ്രധാന ഉൾക്കാഴ്ച ദൈവിക പദ്ധതികൾ നമ്മുടെ കണക്കൂട്ടുകൾക്കപ്പുറം ആയിരിക്കും എന്നതാണ്. ഏലിയ പ്രവാചകൻ്റെ തിരിച്ചുവരവ് അവർ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അവർ അത് അവരുടെ മുൻവിധികളാൽ തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവം തൻ്റെ സന്ദേശവാഹകരെ പല രൂപത്തിൽ അയക്കാറുണ്ട്. പ്രാർത്ഥനയിലൂടെയും കൂദാശകളിലൂടെയും സഹോദരങ്ങളിലൂടെയും നമ്മുടെ ബന്ധുമിത്രാദികളിലൂടെയും ജീവിത പങ്കാളികളിലൂടെയും ഒക്കെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം ലൗകികമായ തിരക്കുകളാലും അഹന്തയാലും അവിടുത്തെ ശബ്ദം കേൾക്കാതെ പോകുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ മാനസാന്തരത്തിൻ്റെ വിളിയാകാൻ കടപ്പെട്ടവരാണ്. കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറി കഴിഞ്ഞു. അതിനാൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഈ നിമിഷം ഒരുക്കാം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിൽ വളരാം. കാരണം അവിടുന്ന് വരുമ്പോൾ നമ്മെ തള്ളിക്കളയാതിരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അവിടുത്തെ കരുണ അനന്തമാണ്. നമുക്ക് ദൈവകരുണയിൽ ശരണപ്പെടാം. പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.